ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു എഫ് സോൺ. അപ്പോൾ നമ്മളിന്ന് പൈത്തണിൻ്റെ കയറാൻ പോവാം. അപ്പോൾ പൈത്തണിൽ കയറാനായിട്ട് നമുക്ക് പൈത്തൺ ഡൗൺലോഡ് ചെയ്യണ്ടേ. അപ്പോൾ ഇതിൽ ഓൾറെഡി ഡൗൺലോഡഡ് ആണ്. ഇപ്പോൾ കാണിച്ചു തരാം. പൈത്തൺ ഐഡിൽ പൈത്തൺ, അതാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. പൈത്തൺ ഇത് നമ്മൾ അധികം ഉപയോഗിക്കില്ല. അപ്പോൾ ഐഡിലാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ട, അപ്പോൾ എനിക്ക് വേണ്ട 3.12 ഇതിപ്പോൾ 3.12.6 ഇപ്പോൾ പുതിയൊരു വെർഷൻ ഉണ്ട് 3.13. അപ്പോൾ അത് നമ്മളെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറയാം. വ്യത്യാസങ്ങളുണ്ട്, എന്നാലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് വെബ് ബ്രൗസറിൽ പോവാം, നിങ്ങൾ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് python.org അടിക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ python.org/download കൊടുക്കാം. എന്നാലും ഇപ്പോൾ python.org എടുക്കുക. എന്നിട്ട് ഡൗൺലോഡ് ഫോർ വിൻഡോസ് ഡൗൺലോഡ് കഴിഞ്ഞു. റൺ ചെയ്യാം. Okay, admin privileges, yes. ഇതാവുന്ന വരെ നമുക്ക് ചെറിയ ബേസിക് പൈത്തൺ കമാൻഡ്സും ഫങ്ഷൻസ് ഒക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്കിപ്പോൾ കമാൻഡ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നോട്ട് പാഡോ അല്ലെങ്കിൽ നോട്ട് പാഡ് ++ ഏതെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ നോട്ട് പാഡ് ++ എടുക്കുക. ഹൈലൈറ്റ് കാണിക്കാനാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു ന്യൂ കൊടുക്കാം. നോർമൽ ടെക്സ്റ്റ് ഫയൽ മാറ്റിയിട്ട് പി പോവാം. പൈത്തൺ നിങ്ങൾക്ക് നോട്ട് പാഡ് ആയാലും നോക്കിയാൽ മതി. ഇത് കാണിക്കാനാ. ഇതിൽ കൂടെ നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഹലോ എന്ന് കൊടുക്കാം. ഹലോ വേൾഡ്. ഫസ്റ്റ് തന്നെ പ്രിന്റ് ഫംഗ്ഷനാണ്. ഇപ്പോൾ പ്രിന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തും ഇങ്ങനെ പ്രിൻ്റായി വരും. അപ്പോൾ പ്രിന്റ് ഹലോ വേൾഡ് കാണിച്ചു. അപ്പോൾ നമ്മളത് റൺ ചെയ്യണമെങ്കിൽ ഹലോ വേൾഡ് പ്രിൻ്റായി വരും. ഇനി നമുക്ക് പ്രിൻ്റ് അല്ല, ഇനി ഇൻപുട്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഇൻപുട്ട് എടുക്കണമെങ്കിൽ, അപ്പോൾ അതാണ് ഇൻപുട്ടിൻ്റെ കാര്യം. ഇതൊക്കെ ഫങ്ഷൻസ് ആണ്. പിന്നെ വേരിയബിൾസ്, ഇപ്പോൾ x=1 അങ്ങനെ സ്ട്രിങ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. x=20 ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ആണെങ്കിൽ വേറൊരു വേരിയബിൾ y=x എന്ന് കൊടുക്കാം. അതായത് ഈ വേരിയബിൾ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ വേരിയബിൾ ഉണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് നിൽക്കണമെങ്കിൽ സ്ട്രിങ് വാല്യൂ ചെയ്യാം. അതായത് ഇത് കണ്ട സ്ട്രിങ്. ഇതല്ലാതെ നിങ്ങൾക്ക് ട്രൂ കൊടുക്കാം. ട്രൂ. ഇത് ബൂലിയൻ വാല്യൂസ്. ഇനി ഫ്ലോട്ട് ഇൻറ്റിജർ വാല്യൂസ് ആണിത്. ഫ്ലോട്ട് വാല്യൂസ് അതായത് ഡെസിമൽസ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സെറ്റപ്പ് വാസ് സക്സസ്ഫുൾ. ക്ലോസ്. ഇനി നമ്മൾ പൈത്തൺ 3.13 കണ്ടോ. 3.13. ഇപ്പോൾ വെറുതെ നമുക്കൊരു പ്രിന്റ് കൊടുക്കാം. പ്രിന്റ് ഫംഗ്ഷൻ ഹലോ. അപ്പോൾ ഐഡിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് അറിയാം. ഐഡിൽ ഓൾറെഡി ഡൗൺലോഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഐഡിൽ 3.13 കണ്ട. 3.13 64-bit. അപ്പോൾ നമ്മുടെ ഐഡിൽ ഓപ്പൺ ആയി. ഇപ്പം നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് കൊടുക്കാം. ഇപ്പോൾ ഈ ഐഡിൽ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയോ. അപ്പോൾ ഇത് ഐഡിൽ നമ്മളുടെ വ്യത്യാസം ഇതാ. മെയിനായിട്ട് ആകെ ഒരു വ്യത്യാസമുള്ളൂ. നമുക്ക് ഈ ഐഡിൽ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് കമ്പൈൽ പോലെ റൺ ചെയ്യാം. അതായത് പല കമാൻഡിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ നമ്മളത് റൺ ചെയ്തിട്ട് പിന്നെ അത് റൺ ചെയ്യുമ്പോൾ ഒരു ഓക്വാർഡ് ഫീലിംഗ് ആണ്. അപ്പം അതിനായിട്ടാണ് ഈ ഇത് വേണ്ടത്. അപ്പോൾ ഇനി ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് ഒരു വലിയ
പൈത്തണിൻ്റെ സീരീസ് എടുക്കുകയാണെങ്കിൽ പൈച്ചാം ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ പഠിപ്പിക്കും. നമ്മൾ പൈത്തണിൻ്റെ ബേസിക്സ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ബേസിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ ബേസിക്സ്, പിന്നെ കുറച്ചും കൂടി ഇൻ്റർമീഡിയറ്റ്, പിന്നെ അഡ്വാൻസ്ഡ്. ഓക്കെ, എന്നാൽ ശരി, ബൈ.